പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണം എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മെശിഹ, ഞങ്ങളുടെ മുൻപാകെ ഘോഷിക്കപ്പെടുന്നതായ നിന്റെ പരിശുദ്ധ വചനങ്ങളെ കേട്ട് മനസ്സിലാക്കുവാനും അവ മൂലം നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ സന്നിധിയിൽ ജീവിപ്പാനും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും എന്നേക്കും മഹത്വപ്പെടുത്തുവാനും നിന്റെ കരുണയാൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കുറിയലൈസോൻ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗ്ലോറിയസ് ഗോസ്പൽ അതാത് ദിവസത്തെ ലക്ഷണറി അനുസരിച്ച് ഓരോ ദിവസം ഓരോ സുഹൃത്തുക്കളും, ഈ ഗ്ലോറിയസ് ഗോസ്പലിലെ ഓരോ സുഹൃത്തുക്കളും ഓരോ ദിവസത്തെ ലക്ഷണറി അനുസരിച്ചുള്ള ഓരോ വേദവായനകൾ അവര് ഇതുവരെ പ്രസന്റ് ചെയ്തു വന്നിരുന്നു. ആ ക്രമത്തിൽ തന്നെ സുറിയാനി സഭയുടെ ലക്ഷണറി, അതായത് മൂന്നാമത്തെ വ്യാഴാഴ്ച, തേർഡ് തേഴ്സ്ഡേക്കുള്ള വേദവായനകളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഞാൻ ഇത് ഇന്ന് സംസാരിക്കുന്നത് ഭയങ്കര അറിവ് ഉള്ള ഒരാളായിട്ടല്ല, എന്നാൽ നിങ്ങളോടുകൂടെ ഇന്നത്തെ ലക്ഷണറി വായിച്ച് മനസ്സിലാക്കി അത് നമ്മളെല്ലാവരും ഞാൻ അതിനകത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് വരികയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് എല്ലാവരോടും ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തത് ഇന്നത്തെ വായനാഭാഗങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ വേദവായന ഭാഗം എന്ന് വെച്ചാൽ ഒരു വലിയൊരു വിഷയം നമ്മളുടെ മുമ്പിൽ വെക്കുന്നതാണ്. അതാണ് ദൈവരാജ്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഏറ്റവും ആദ്യം സന്ധ്യയുടെ വായനകളിലുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ ഈ വിഷയം നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഇസ്രായേൽ മൊത്തം ഈ ദൈവരാജ്യം വരുന്നു എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ യേശുക്രിസ്തു വരുന്ന സമയത്ത്. കാരണം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നാം പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു മശിഹായെ നോക്കിയിരുന്നു. ആ മശിഹ വലിയ രാജാവായിരിക്കും എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അപ്പൊ ആ വിശ്വാസത്തെ ആണ് അവര് മുന്നിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ആയിരുന്നു എപ്പോഴും യേശുക്രിസ്തു അതിനെക്കുറിച്ച് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഒരു ധനാഢ്യനായ ഒരു യുവാവ് വന്ന് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്? അപ്പം യേശുക്രിസ്തു അതിനുള്ള ഉത്തരം പറയുന്നത് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെയും നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്ന ചിന്ത ഈ ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അതിനെ ഏറ്റവും ആദ്യം പറയുന്നത്, അതിനെ താരതമ്യപ്പെടുത്തുന്നത് ഒരു കടുകുമണിക്ക് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. Then he said, what is the kingdom of God like, and to what shall I compare it? It is like a mustard seed which a man took and put in his garden, and it grew and became a large tree, and the birds of the air nested in its branches. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു കടുകുമണി എടുത്ത് തോട്ടത്തിൽ അത് വിതയ്ക്കുകയാണ്. അപ്പൊ അത് വലുതായി വരികയാണ്, വലിയൊരു വൃക്ഷമാവുകയാണ്. അതിന്റെ മേളില് ആകാശത്തിലെ പറവകൾ വന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഉപമയും കൂടി ഉണ്ട്. അതാണ് പുളിപ്പിന്റെ ഒരു ഉപമയാണ്. അത് നമ്മൾ കാണുന്നത് ഈ 3 ഭാഗം മൂന്ന് ഭാഗം മാവില് ഈ പുളിപ്പ് ചേർന്നിട്ട് ഇത് ഒരു സ്ത്രീ അതിനകത്ത് ചേർക്കും. ആ 3 ഭാഗവും പുളിപ്പുള്ളതായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ലീവൻഡ് ആയി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഈ രണ്ട് ഭാഗവും നമ്മൾ ആക്ച്വലി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഉപമയാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് കടുകുമണി പോലെയാണ് ദൈവരാജ്യം. അത് തുടക്കം അതിന്റെ വളരെ ഹമ്പലും സിമ്പിൾ ആയിട്ടാണ്. പക്ഷെ അത് വളർന്നു വരുമ്പോ വലിയൊരു മരമായിട്ട് അത് കാണുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ സഭയോ അല്ലെങ്കിൽ ദൈവരാജ്യം സഭ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കാണാൻ പറ്റും? ദൈവരാജ്യം വലുതായി വരുന്നു എന്നുള്ളൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ. പക്ഷേ ഈ ഉപമകൾ പറയുമ്പോൾ യേശുക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു എന്തിനാണ് ഉപമകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ്. ഒന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉപമകളായിട്ട് സംസാരിക്കുന്നത്? അപ്പൊ യേശുക്രിസ്തു പറയുന്നത്, because the knowledge of the secrets of the kingdom of heaven has been given to you but not to them. നിങ്ങൾക്ക് മാത്രമാണ് ഇത് അറിയാനുള്ള അധികാരമുള്ളത്, അവർക്കില്ല. അതുകൊണ്ട് ഇതിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, ഇവര് തന്നെ ആയിരിക്കുമ്പോൾ, യേശുക്രിസ്തുവും ശിഷ്യന്മാരും തന്നെ ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഉപമകളായി പറയുന്നത്? അന്നേരവും യേശുക്രിസ്തു പറയുന്നത്, the secret of the kingdom of God has been given to you, but to those on the outside everything is in parable. എന്ന് വെച്ചാൽ ഇത് രഹസ്യങ്ങളാണ്, ഇതിന്റെ അർത്ഥങ്ങൾ രഹസ്യങ്ങളാണ്. അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് നിങ്ങൾക്കുള്ളതാണ്, ശിഷ്യന്മാർക്കുള്ളതാണ്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കുള്ളതാണ് അത്. അപ്പം എന്ന് പറയുമ്പോൾ ഇത് ഡയറക്ട്ലി മനസ്സിലാക്കാനുള്ളതല്ല. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? എന്തൊക്കെ ആയിരിക്കാം ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അത് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈ കടുകുമണിയുടെ ഉപമ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഒരു ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം. നമുക്ക് വേറൊരു കാര്യം കാണാം. when anyone hears the message about the kingdom and does not understand it, the evil one comes and snatches away what was sown in their hearts. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഉപമ തന്നെയാണ്, ഈ വിത്തിന്റെ ഉപമ തന്നെയാണ്. പക്ഷെ അവിടെ വിത്ത് ഈ വിതച്ച് കഴിയുമ്പോൾ ഇത് ആകാശത്തിലെ പറവകൾ വന്ന് ഇത് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്ന പറവകളെ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് ഈവൽ വൺ എന്നാണ്, ദുഷ്ടൻ എന്നാണ്. അപ്പൊ ഈ പറവകൾ, ഈ വലിയ വൃക്ഷത്തിന്റെ കൊമ്പിന്റെ മേളില് പറവകൾ വന്നിരിക്കുന്നത്, ഈ പറവകൾ ആ ഉപമയുടെ റിലേഷനിൽ തന്നെ വരുമ്പം അതൊരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മള് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതേ ഉപമയുടെ കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ യേശുക്രിസ്തു ഈ പറയുന്ന ശിഷ്യന്മാർക്ക് ഈ ഉപമ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം യേശുക്രിസ്തു തന്നെ പറയുന്നത്, some people are like seeds along the path where the word is sown. As soon as they hear it, Satan comes and takes away the word that was sown in them. അപ്പം ഇവിടെ പറവകളെ സാത്താൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ വിതച്ച വിത്തിനെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്ന സാത്താൻ അല്ലെങ്കിൽ ദുഷ്ടൻ എന്നുള്ളൊരു കൊനോട്ടേഷൻ അവിടെ ഈ പറവകൾക്കുണ്ട്. അപ്പം ഈ വൃക്ഷം വലുതായി, സാധാരണ കടുകുമണി ഒരു വൃക്ഷമല്ലല്ലോ, നമ്മള് ചെറിയൊരു ചെടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ വൃക്ഷമായി, പിന്നെ അതിന്റെ മേലിൽ പറവകൾ വന്നു. അപ്പൊ ഈ പറവകൾ സാത്താൻ അല്ലെങ്കിൽ ദുഷ്ടനെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ മരം എന്താണ്? ഈ മരത്തെ കുറിച്ച്, ഈ വലിയ കടുകുമണി മരമായി വലിയൊരു വൃക്ഷമായി നമ്മൾ പറയുമ്പോൾ അത് എന്ത് വൃക്ഷമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പം ഇവിടെ നമ്മൾ ഈ
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യത്തിൽ വേറൊരു ഉപമ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ തോട്ടത്തിൽ കുറച്ച് വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ദുഷ്ടൻ വന്ന് രാത്രിയിൽ വേറെ വീഡ്സും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി ഇതിനകത്ത് നമ്മൾ ഈ തോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രണ്ടും ഈ വീടും പിന്നെ അതുകൂടാതെ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന വീഡ്സും അവിടെ ഈ തോട്ടത്തിൽ രണ്ടും വളർന്നു വരുന്നുണ്ട്. അപ്പം ഈ തോട്ടത്തിലെ വേലക്കാർ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ഓണറിനോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ നല്ല വിത്തല്ലേ ഇവിടെ ഇട്ടത്? കാരണം ഇവിടെ ഈ ഇട്ട വിത്തിന്റെ കൂട്ടത്തിൽ തന്നെ വീഡ്സ് അല്ലെങ്കിൽ കാട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതും ഒരു നെഗറ്റീവ് സെൻസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ രണ്ടുമുണ്ട്. ഒരു പോസിറ്റീവ് സെൻസ് ഉണ്ട്, അവിടെ കടുകുമണി ഇട്ട് അത് വലുതായി, പക്ഷേ അത് ആവശ്യത്തിൽ കൂടുതൽ വലുതായി. എന്നിട്ട് അതിന്റെ മേളിൽ വന്ന് സാത്താനും ദുഷ്ടന്മാരും അതിന്റെ മേളിൽ ഇരിപ്പുണ്ട് എന്നുള്ള ഒരു ധ്യാനം, ഒരു വിഷയമാണ് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടും നമുക്ക് കാണാൻ പറ്റും ദൈവരാജ്യത്തിൽ. അതായത് നല്ലതുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്, സാത്താന്റെ പ്രവൃത്തികളും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ദൈവരാജ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ ഈ വിഷയം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വൃക്ഷം നമ്മൾക്ക് വേറൊരിടത്തും കാണുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ കാണുന്ന ഒരു വൃക്ഷമുണ്ട്. നെബൂഖദ്നേസറിനെ കൊണ്ട് ഒരു ദാനിയേൽ പ്രവാചകൻ കാണുന്ന ഒരു വിഷൻ ആണ് ഈ വളരെ വലുതായ ഒരു വൃക്ഷം. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളും അതിനെ കാണാൻ പറ്റുന്ന ഒരു വൃക്ഷം. അതിനെ താരതമ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ വിഷനെ എക്സ്പ്ലെയിൻ ചെയ്ത ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട് അത് നെബൂഖദ്നേസർ ആ രാജാവ് ആണെന്ന്. അപ്പൊ അവിടെയും ഈ മരം, ഈ വലിയ വൃക്ഷം കാണിക്കുന്നത് ഒരു നെഗറ്റീവ് കാര്യത്തെയാണ്. അപ്പൊ നമ്മള് കാണുന്ന പോലെ അല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ നമ്മള് മനസ്സിലാക്കുന്ന, നേരെ ചൊവ്വേ മനസ്സിലാക്കുന്ന പോലെ അല്ലായിരിക്കും ഓരോ ഉപമകൾ ഉള്ളത് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവരാജ്യം എന്ന് പറയുന്നത് അതിനകത്ത് രണ്ടും കാണും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ധ്യാനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ മാവിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ പുളിപ്പ്, ആ മാവിനെ എല്ലാം പുളിച്ച മാവാക്കി മാറ്റി എടുക്കുന്ന ഒരു ഉപമയെ കുറിച്ച് പറയുമ്പോഴും ആ പുളിപ്പ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പാപത്തെ കുറിച്ചാണ് പലപ്പോഴും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിലും ആ ഒരു ഇത് വരുന്നുണ്ട്, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഭാവന രണ്ടിലും വരുന്നുണ്ട്, ഈ രണ്ട് ഉപമകളിലും. മൂന്നാമത്തെ കാര്യം, ഈ സുവിശേഷത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഇടുങ്ങിയ വഴിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. ഹൗ ലോർഡ് ആർ there few who are saved. അങ്ങനെ ആ രക്ഷപ്പെടൽ, അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയായിരിക്കും അത് പറയുന്നത്, യേശു ക്രിസ്തു പറയുന്നത്, ഇറ്റ്സ് എ സ്ട്രൈവ് ടു എൻറ്റർ ത്രൂ ദി നാരോ ഗേറ്റ്, ഫോർ മെനി ഐ സേ ടു യു വിൽ സീക്ക് ടു എൻറ്റർ ആൻഡ് വിൽ നോട്ട് ബി ഏബിൾ. അപ്പൊ ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശനം തേടുന്നവര് അത് ചെയ്യണമെങ്കിൽ ഇടുങ്ങിയ വാതിൽ കൂടി വേണം ചെയ്യാൻ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ വൃക്ഷം ആയതുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മള് തേടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യം ഇടുങ്ങിയ ഒരു വഴിയാണ്. അത് ഒരു വലിയതായ ഒരു ഒത്തിരി വലുതായിട്ട് കാര്യമൊന്നുമില്ല, എന്നാൽ ഇടുങ്ങിയ വഴിയിൽ കൂടി നമ്മൾ പോകുമ്പം അത് നമ്മളുടെ ഹ്യൂമിലിറ്റിയാണ് നമ്മൾ അവിടെ കാണിക്കാൻ നോക്കുന്നത്, താഴാഴ്മ.
എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ അതേ ഓർഡറിൽ നമ്മൾ ആ ഭാഗം തന്നെ മുന്നോട്ട് കാണുമ്പം നമ്മൾ കാണുന്നത്, when once the master of the house has risen up and shut the door, and you begin to stand outside and knock at the door, saying, Lord, Lord, open for us. And he will answer and say to you, I do not know you, where you are from. അത് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ, then you will begin to say, we ate and drank in your presence, and you taught in our streets. But he will say, I tell you, I do not know you, where you are from. Depart from me, all you workers of iniquity. There will be weeping and gnashing of teeth when you see Abraham and Isaac and Jacob and all the prophets in the kingdom of God, and yourself thrust out. എന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്നത്, യേശുക്രിസ്തു ആ ഇടുങ്ങിയ ഡോർ അല്ലെങ്കിൽ ഇടുങ്ങിയ വാതില് അടച്ചതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അവിടെ ചെന്ന് നമ്മള് അല്ലെങ്കിൽ ഈ പ്രവേശനം ഇല്ലാതെ ഉള്ളവർ അത് ഈ വാതിൽ കൊട്ടി ദൈവത്തെ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് അകത്തേക്ക് കയറണം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ആ ഡോർ അടച്ചിരിക്കുകയാണ്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. അപ്പൊ ഇത് പറയുന്നത് ആരോടായിരിക്കും? എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഈ ആശയം തന്നെ പലയിടത്തും വരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെ നമ്മൾ പലപ്പോഴും ഈ നോയമ്പ് കാലത്ത് തന്നെ സുത്താറ പ്രാർത്ഥനയിലാണെന്ന് എൻ്റെ ഓർമ്മ, നമ്മൾ പറയുന്നുണ്ട്, ആ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, എന്നെ അറിയില്ല എന്ന് ദൈവമേ ഞങ്ങളോട് പറയരുത്. അപ്പൊ ഈ വരുന്ന കാര്യം എപ്പോഴായിരിക്കും ഞങ്ങളെ അറിയില്ല എന്ന് പറയുന്നത്? അത് ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് അറിയാതെ നമ്മള് ദൈവത്തെ അറിയാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കുഴപ്പം ഉണ്ടാകുന്നത്. അത് നമ്മളുടെ സഭകൾ, നമ്മുടെ സുറിയാനി സഭ അതുകൊണ്ടാണ് വളരെ കഷ്ടം സഹിച്ചും വളരെ ത്യാഗങ്ങൾ സഹിച്ചും ഈ വിശ്വാസം, ദൈവം ആരാണെന്നുള്ളത്, ത്രിയേക ദൈവം എന്താണെന്നുള്ളതും, യേശുക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്റ്റോളജി അത്രയും റിഫൈൻഡ് ആയിട്ടുള്ളത് സുറിയാനി സഭയിലും മാത്രമാണ് ഉള്ളത്. അപ്പൊ അത് കാത്തു സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയാൻ യേശുക്രിസ്തു തുനിയത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയാതെ അവനെ ആരാധിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ നമ്മളുടെ രക്ഷിതാവാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഇത് മുന്നോട്ട് ചെല്ലുമ്പം ചിലപ്പം ആ വാതിൽ അടച്ചിട്ട് യേശുക്രിസ്തു എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ ധ്യാനം രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ ഭാഗത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത്. അതായത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ആ ധ്യാനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ ഉണ്ടാകാൻ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നല്ല കാര്യം മാത്രമല്ല, ദുഷ്ടനും സാത്താനും അതിന്റെ പ്രവർത്തികളും കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പൊ ഈ ചിന്തയെ മുന്നോട്ട് നമ്മൾ കാണുമ്പം അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അതിനകത്ത് കാരണങ്ങൾ ഉണ്ടാവാം എന്നാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കോർത്ത് കാണേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ കിടക്കുന്നത്? നമുക്ക് മുന്നോട്ട് നോക്കാം. നമ്പേഴ്സ് 12, അതായത് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് അഹ്റോനും മിരിയാമും, അതായത് മോശയുടെ സിസ്റ്റർ മിരിയാമും അഹ്റോനും ഒരു തർക്കം അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവ് വരുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഇത്യോപ്യൻ വുമൻ ആയിട്ട് മോശ രണ്ടാമത് കല്യാണം കഴിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഈ സംഖ്യാപുസ്തകം 12. അത് നടക്കുന്ന സമയത്താണ് മിരിയാമിനും അഹ്റോൻ ഇവർ രണ്ടുപേരും അത് ഇഷ്ടപ്പെടുന്നില്ല.
അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇവര് പറയുന്നത്, has the Lord indeed spoken only through Moses? Has he not spoken through us also? അപ്പം മോശയെ കൂടി മാത്രമാണോ ദൈവം സംസാരിച്ചത്, ഞങ്ങളിൽ കൂടി സംസാരിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ചാലഞ്ച് അവിടെ അഹ്റോനും മിരിയാമും മോശയുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പറയുമ്പം അവരുടെ കാര്യവും വലിയ കാര്യമാണ്. മോശ മാത്രമല്ല, ഞങ്ങൾ മോശക്കാരല്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ അവർ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കവനന്റ് ഓഫ് ദി ആർക്കിനകത്ത് ഈ ദൈവം ഇവരെ വിളിക്കുന്നുണ്ട്. മൂന്നുപേരെയും അതിന്റെ മുമ്പ് വിളിച്ചിട്ട് അഹ്റോനെയും മിരിയാമിനെയും അതിന്റെ കവനന്റ് ഓഫ് ദി ആർക്കിൽ കൊണ്ടുപോയിട്ട് അവരോട് പറയുന്നുണ്ട്, മോശയുടെ അഗെയിൻസ്റ്റ് പറയുന്ന ഒരു കാര്യം, നിലപാട് ശരിയല്ല എന്ന് അവരെ അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദൈവം അവിടുന്ന് പോയി കഴിയുമ്പോൾ മിരിയാമിനെ നമ്മൾ കാണുന്നത് ഒരു കുഷ്ഠരോഗിയായിട്ടാണ്. അപ്പൊ തന്നെ അവൾ വെളുത്ത് കുഷ്ഠരോഗം പിടിച്ച് അവിടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് അഹ്റോനും കാണുന്നത്. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മെസ്സേജ്, ഈ ദൈവരാജ്യത്തില് വരാൻ പറ്റുന്ന ഒരു നെഗറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇവിടെ അതോറിറ്റി മോശയായിരുന്നു. മോശനെ ചലഞ്ച് ചെയ്ത്, ആ അതോറിറ്റിനെ ചലഞ്ച് ചെയ്ത് മിരിയാമും അഹ്റോനും നിൽക്കുമ്പോൾ അവിടെ ഒരു ദൈവരാജ്യത്തിന്റെ അനുഭവം അല്ല അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ വരാതിരിക്കണമെങ്കിൽ വി ഷുഡ് ബി സബ്മിസീവ്, അല്ലെങ്കിൽ ഇറവറൻസ് ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഭാഗത്തിൽ, ഈ സംഖ്യാപുസ്തകത്തിലെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കാണുകയാണെങ്കിൽ ദിനവൃത്താന്തം 2-ാം ദിനവൃത്താന്തം 26-ാം അധ്യായം 11 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് പ്രഭാതത്തിലെ വാക്യങ്ങളാണ്, പ്രഭാതത്തിലെ ധ്യാനത്തിനുള്ളതാണ്. അവിടെ നമ്മൾ കാണുന്നത് വേറൊരു രാജാവിനെ കുറിച്ചാണ്. ഈ രാജാവ് ആരാണ്? ഉസിയ. നമുക്ക് അറിയാം, ഐസയുടെ സമയത്തുള്ള ഒരു രാജാവാണ് ഉസിയ. ആ രാജാവ് നമ്മള് ഇവിടെ ഈ ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ആ രാജാവ് വളരെ ശക്തപ്പെടുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. വളരെ കൂടുതൽ ആർമി വർദ്ധിക്കുകയാണ്. കുറെ ആൾക്കാർ, കുറെ വെപ്പൺസ്, ബോ, അതുകൂടാതെ വാള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര, പിന്നെ അതുകൂടാതെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കി ഭയങ്കര ശക്തി പ്രാപിക്കുകയാണ്. ഈ ശക്തിയും പ്രതാപവും പേരും എല്ലാം ഉസിയന് വരുമ്പോൾ ഉസിയ ഒരു പണി കാണിക്കുന്നുണ്ട്. ആ ശക്തി അല്ലെങ്കിൽ ആ പ്രതാപം കൂടി കഴിയുമ്പോൾ ഉസിയ ചെയ്യുന്നത്, നമ്മള് 16-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ, but when he was strong his heart was lifted up and to his destruction, for he transgressed against the Lord his God by entering the temple of the Lord to burn incense on the altar of the incense. So Azariah the priest went in after him, and with him were 80 priests of the Lord, valiant men. And then they withstood King Uzziah and said to him, "It is not for you, Uzziah, to burn the incense to Lord, but for the priests and the son of Aaron, who are consecrated to burn incense. Get out of the sanctuary, for you have trespassed. You have no honor from the Lord God." അതായത് ഉസിയ ധൂപം വെക്കാൻ കയറുകയാണ്, വിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയാണ് ധൂപം വെക്കാൻ. അത് അവിടെയുള്ള പ്രീസ്റ്റ്, പിന്നെ പ്രീസ്റ്റിന്റെ ആൾക്കാരും വന്ന് ചെന്ന്
ഊസിയോട് പറയാണ്, അത് നിനക്കുള്ളതല്ല, അത് അഹറോന്റെ സന്തതികൾക്കുള്ളതാണ്, അവരാണ് ഈ കാര്യം ചെയ്യേണ്ടത്, നിനക്കുള്ളതല്ല. എന്നാൽ ഊസിയ നമ്മൾ കാണും മുന്നോട്ട് അത് അനുസരിക്കാതെ മുന്നോട്ട് പോയി ഈ ധൂപം വെക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലമായിട്ട് ഊസിയ അപ്പോൾ തന്നെ കുഷ്ഠരോഗം പ്രാപിക്കുന്നതായിട്ടാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ നെഗറ്റീവായിട്ടുള്ള ദൈവരാജ്യത്തിൽ വരാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ച് പണവും പ്രതാപവും പേരും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വലിയ പ്രമാണിയാണെന്ന് നമ്മൾ ഒരു ചിന്ത വരികയാണെങ്കിൽ അത് ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. എപ്പോഴും സ്പിരിച്വൽ കാര്യത്തിൽ പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ കാര്യത്തിലല്ല കൂടുതൽ നമ്മള് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പരിഗണന വെച്ചോണ്ട് നമ്മള് സ്പിരിച്വാലിറ്റീനെ കാണരുത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ആ രണ്ടാമത്തെ ചിന്തയും ഈ ദൈവരാജ്യം അല്ലെങ്കിൽ അവിടെ വരാൻ പറ്റുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടും കണ്ടു, മിരിയാമിന്റെയും അഹ്റോന്റെയും കേസിലും പിന്നെ ഇപ്പം ഊസിയ രാജാവിന്റെ കേസിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എങ്ങനെ വരും, അല്ലെങ്കിൽ എങ്ങനെ അതിന് നമ്മൾക്ക് കാണാൻ പറ്റും, ആ നെഗറ്റീവ് പോസിബിലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത പ്രഭാതത്തിലെ തന്നെ ചിന്തയാണ് മീക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ മീക്ക പ്രവാചകൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വാദം പോലെയാണ് നമ്മൾ, അല്ലെങ്കിൽ യഹോവ ഇവിടെ മനുഷ്യരോട് വാദിക്കുന്നത് പോലായിട്ടാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ആദ്യത്തെ വാക്യങ്ങളിൽ കൂടി പോയി കഴിഞ്ഞാൽ ഹിയർ നൗ ദാറ്റ് ദ ലോർഡ് സേസ്, അപ്പൊ ആദ്യം ദൈവം പറയുന്നതാണ്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അറൈസ്, പ്ലീഡ് യുവർ കേസ് ബിഫോർ ദ മൗണ്ടൻസ് ആൻഡ് ലെറ്റ് ദ ഹിൽസ് ഹിയർ യുവർ വോയിസ്. ഹിയർ യു ഓ മൗണ്ടൻ, ദ ലോർഡ് കംപ്ലെയിൻ, ആൻഡ് യു സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്, for the Lord has complained against his people, and he will contend with Israel. O my people, what have I done to you? ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തിട്ടുള്ളത്, എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്നാണ് ദൈവം ഇവിടെ ചോദിക്കുന്നത്. For he will, O my people, what have I done to you, and how have I wearied you? Testify against me, for I bought to you from the land of Egypt, I redeemed you from the house of bondage. ഞാൻ നിങ്ങളെ ഈജിപ്തിന്റെ അടിമയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ള ഇത് കാര്യമാണ് ഇവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ O my people, remember now what I redeemed you from the house of bondage, and I sent before you Moses, Aaron, and Miriam. O my people, remember now what Balak, the king of Moab, counseled, and what Balaam, the son of Beor, answered him. From Acacia Grove to Gilgal, that you may know the righteousness of the Lord. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, പല കാര്യങ്ങൾ ദൈവം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ആദ്യം പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട കാര്യമാണ്, മോശയും അഹ്റോനും മിരിയാമിന്റെയും കാര്യം. ഇവിടെ അവര് മത്സരവാദികളായിരുന്നു, മത്സരിക്കുകയായിരുന്നു മോശയോട് അഹ്റോനും മിരിയാമും. അതേപോലെ തന്നെ ബലാം എന്നുള്ള പ്രോഫറ്റ് അവിടെ ദൈവവിളി ഇഗ്നോർ ചെയ്ത് കാശിന്റെ പുറകെ ഓടിയ ആളാണ്. അപ്പൊ ഈ രണ്ട് കാര്യം നമുക്ക് ഈ പുറകിൽ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അഹ്റോന്റെയും മോശയുടെയും മിരിയാമിന്റെയും കാര്യം, അതുകൂടാതെ ബലാം ഈ കാശിന്റെ പുറകെ ഓടുന്ന കാര്യവും. മൂന്നാമത്തെ കാര്യം, ഇവര് ഇസ്രായേൽക്കാരെ ഈ ഗിൽഗാൽ എന്നുള്ള സ്ഥലത്തേക്ക്, ശിത്തീമിൽ നിന്ന് ഗിൽഗാലിലേക്കുള്ള കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ നമുക്കറിയാം 12 ഗോത്രങ്ങൾ അവിടെ യോർദാൻ നദിയിൽ കൂടി കടന്നു പോകുമ്പോൾ യോർദാൻ നദി അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ ഒഴുക്ക് അവിടെ നിർത്തി
ഇസ്രായേലിനെ ആ യോർദാൻ നദിയിൽ കൂടി കടത്തിവിട്ട് അവിടെ 12 ഗോത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് 12 കല്ലുകൾ അവിടെ വെക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾക്കറിയാം ജെറിക്കോയിൽ വെച്ച് അവിടെയുള്ള ആൾക്കാരെ മൊത്തം വെട്ടി അവരെ കൊന്ന് അടക്കുന്ന കാര്യമാണ് നമ്മൾ അവിടെ അടുത്ത കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ വന്ന ആൾക്കാരെല്ലാം അങ്ങനെ മത്സരികളും അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇവിടെ കാണാൻ പറ്റും. എന്നാൽ എന്നാൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനുഷ്യർ ചോദിക്കുന്നതായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. With what shall I come before the Lord and bow myself before the high God? Shall I come before him with burnt offerings, with calves a year old? Will the Lord be pleased with thousands of rams, 10,000s of rivers of oil? Shall I give my firstborn for my transgression, the fruit of my body for the sin of my soul? അപ്പൊ ഇവിടെ കാണുന്നത് എന്താണ് മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ? അപ്പം നമ്മൾ ഇവിടെ ഉത്തരമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഈ ഇന്നത്തെ ധ്യാനത്തിന്റെ ഏറ്റവും ഐ തിങ്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ഹി ഹാസ് ഷോൺ യു ഓ മാൻ വാട്ട് ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഡസ് ദ ലോർഡ് റിക്വയർ ഓഫ് യു ബട്ട് ടു ഡു ജസ്റ്റ്ലി, ടു ലവ് മെർസി ആൻഡ് ടു വാക്ക് ഹംബ്ലി വിത്ത് ഗോഡ്. താഴ്മയോടെ ദൈവത്തിന്റെ കൂടെ നടക്കുക, ന്യായം പ്രവർത്തിക്കുക, സഹജീവിയോട് മേഴ്സി ഉണ്ടാവുക. ഇതാണ് ദൈവം ഇച്ഛിക്കുന്നത്. ഈ മൊത്തം ധ്യാനം നമ്മൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കാര്യത്തോട് നമ്മൾ ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ദൈവരാജ്യത്തിൽ കണ്ട നെഗറ്റീവ്സ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചനയാണ് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സമറൈസ്ഡ് ഫോം ആണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3-4 ഭാഗങ്ങൾ ഈ പല പല കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ ദൈവരാജ്യത്തിലോ നെഗറ്റീവ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മളോട് കൽപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ സെയിന്റ് ജെയിംസ് പ്രവൃത്തി ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു എങ്ങനെ നമ്മൾക്ക് പ്രവൃത്തിയിൽ കൂടി നമ്മളുടെ വിശ്വാസം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ അല്ലെങ്കിൽ സെയിന്റ് ജെയിംസ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ 4-5 ഭാഗം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രൈഡ് പ്രൊമോട്ട്സ് സ്ട്രൈഫ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൗഡ് അല്ലെങ്കിൽ പ്രൈഡ് ആവുമ്പോഴാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് മറ്റുള്ള മനുഷ്യരോടുള്ള ഒരു ദ്വേഷം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഒരു മനുഷ്യരോട് ദൂരം നമുക്ക് ഉണ്ടാകുന്നത്. അതാണ് ആദ്യത്തെ കാര്യം യാക്കോബ് ശ്ലീഹ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഹ്യൂമിലിറ്റി കർവ്സ് വേൾഡിനെസ്, അല്ലെങ്കിൽ താഴാഴ്മ. അപ്പം പ്രൈഡ് ഇല്ലാതിരിക്കുക, താഴാഴ്മ ഉണ്ടാവുക, ഇത് രണ്ടാമത്തെ കാര്യം. ഈ കാര്യം തന്നെയാണ് നമ്മൾ മീക്കയുടെ ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ മീഖ എഴുതിയ ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ലാസ്റ്റിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് യാക്കോബ് ശ്ലീഹ നമ്മളോട് പുതിയ നിയമത്തിൽ ഈ ലേഖനത്തിൽ പറയാൻ നോക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഡു നോട്ട് ജഡ്ജ് യുവർ ബ്രദർ, അല്ലെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ do not speak evil of one another, brethren. He who speaks evil of a brother and judges his brother speaks evil of the law and judges the law. But if you judge the law, you are not a doer of the law, but a judge. There is one lawgiver who is able to save and to destroy. Who are you to judge one another? അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരാണ്? നമ്മൾ അത് ചെയ്യാൻ അർഹതയുള്ളവരല്ല. അപ്പൊ ആ
ജഡ്ജ്മെന്റ് നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ പാസ് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഇതും ദൈവരാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ കാര്യം ഉണ്ടെങ്കിൽ ആ പറവകൾ ആ വലിയ വൃക്ഷത്തിന്റെ മേളിൽ വന്ന് ഇരിപ്പുണ്ട് എന്നുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡു നോട്ട് ബോസ്റ്റ് അബൌട്ട് ടുമോറോ. ഇവിടെ നമ്മൾ വളരെ എപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നത്. അതായത് നാളത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും സംസാരിക്കും, നാളെ ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഒരു 3 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് ഇന്നത് ചെയ്യും, ഇന്ന ജോലി ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് നാളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ഒരു കരുണ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഇത് സാധിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ദൈവം വിചാരിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പം യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ അങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ആ വാക്യം ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് യു ought to say, if the Lord wills we shall live and do this or that. ഇപ്പൊ ലോർഡ് വില്ലിങ്, നമ്മള് ഇന്നത്തെ കാലത്ത് ഈ നമ്മള് അത്രയും ദൈവം സഹായിച്ചാൽ എന്ന്, അല്ലെങ്കിൽ ലോർഡ് വില്ലിങ് എന്നുള്ള ഒരു ഉപയോഗം നമ്മൾ എപ്പോഴും ആ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും, അത് ഓർക്കും. അതുകൊണ്ടാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നത്, അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ലോർഡ് വില്ലിങ്, ദൈവം സഹായിച്ചാൽ ഇന്നത് നടക്കും എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഞാൻ നാളെ ഇത് ചെയ്യും, 3 വർഷം കഴിയുമ്പോൾ ഇത് ചെയ്യും, 10 വർഷം കഴിയുമ്പോൾ അങ്ങനെ ചെയ്യും, അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എപ്പോഴും ഈ കാര്യം ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ, ദൈവം സഹായിച്ചാൽ അല്ലെങ്കിൽ ലോർഡ് വില്ലിങ് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതാണ് യാക്കോബ് ശ്ലീഹ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത്. ദൈവരാജ്യത്തിൽ നല്ലവരായി ഇരിപ്പാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തികളെ കുറിച്ചാണ് അവിടെ യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അടുത്ത ഭാഗം ഈ പ്രഭാതത്തിലെ തന്നെ ഒരു ധ്യാനമാണ്. അതായത് ഫിലിപ്പിയർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനമാണ്. 1-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അതായത് ഈ പ്രാർത്ഥനയിൽ നമ്മള് അല്ലെങ്കിൽ പൗലോസ്ലീഹയും തിമോത്തിയോസും കൂടി എഴുതുന്ന ഒരു ലേഖനമാണ്. അവിടെ നമ്മള് കാണുന്നത് താങ്ക്ഫുൾനെസ് ആണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് ഭാഗം ഞാൻ വായിച്ചാൽ അവിടെ നമുക്ക് അതിന്റെ ഒരു ജിസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. For God is my witness, how greatly I long for you all with afflictions of Jesus Christ. And this I pray, that your love may abound still more and more in knowledge and all discernment. And this I pray, that your love may abound still more, that you may approve things that are excellent, that you may be sincere and without offense till the day of Christ, being filled with the fruit of righteousness, which are by Jesus Christ to the glory and praise of God. അപ്പം being filled with the fruit of righteousness, നമുക്ക് എല്ലാവർക്കും ചെറിയൊരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ ലാസ്റ്റ് ഭാഗം ചെറിയൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അത് നമുക്ക് എപ്പോഴും ഓർമ്മിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലോർഡ് fill me with the fruit of righteousness എന്നുള്ളൊരു കാര്യം. നീതി, ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ അതിന്റെ ഫലം എന്നിൽ നിറയ്ക്കണമേ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, സുറിയാനി സഭയിലെ ആ ലെക്ഷണറിയിൽ നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. പ്രാർത്ഥിച്ച് എപ്പോഴും പല കാര്യങ്ങൾ, പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞു യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ. അതുകൂടാതെ നമ്മൾ കുറച്ച് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ പ്രാർത്ഥനയും കൂടി അത്യാവശ്യമാണ്. നമ്മൾ ആ റൈച്ചസ്നെസിന്റെ ഫ്രൂട്ട് നമ്മളുടെ അകത്തുണ്ടാവണമെങ്കിൽ ഈ പ്രാർത്ഥനകൾ കൂടി
സാധ്യമാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇവിടെ ഈ പ്രാർത്ഥനയിൽ കൂടി പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30 തൊട്ട് 42 വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗം യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനത്തിനെ കുറിച്ച് പറയാണ്. ആ പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. അത് for he taught his disciples and said to them, the Son of Man is being betrayed into the hands of men and they will kill him. And after he is killed, he will rise the third day. മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ആദ്യം അവൻ കൊല്ലപ്പെടും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. But they did not understand this saying and were afraid to ask him. ഇത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി, ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാകാഞ്ഞിട്ടും അവര് പേടി അല്ലെങ്കിൽ ഭയം കൊണ്ട് ഈ കാര്യം എന്താണ് എന്ന് മുന്നോട്ട് അവർ ചോദിച്ചില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ അപ്പൊ ഇവിടെ യേശുക്രിസ്തു കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ താഴ്മയാണ്. അവിടെ യേശു കൊല്ലപ്പെടാൻ പോവാണെന്നുള്ള ഒരു കാര്യം, ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. അത് അവർക്ക് ആ സമയം മനസ്സിലാക്കാനുള്ള സമയമല്ല, അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അത് യേശുക്രിസ്തുവിന്റെ താഴ്മയെക്കുറിച്ച്, വരാനുള്ള താഴ്മയെക്കുറിച്ചാണ് അവിടെ യേശുക്രിസ്തു സൂചിപ്പിച്ചത്. നമ്മൾ ഈ നോയമ്പുകാലം കഴിയുമ്പോൾ ഹാശ ആഴ്ച എത്തും. ആ സമയത്ത് നമ്മൾ വളരെ ധ്യാനിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിന്റെ താഴ്മ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ താഴ്മ. അതിനെക്കുറിച്ചാണ് അവിടെ യേശുക്രിസ്തു ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാതെ അടുത്ത കാര്യം ശിഷ്യന്മാര് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കമാണ്. ആരാണ് അവരിൽ ഏറ്റവും വലിയവൻ? ഈ വലിയവൻ ആരാണെന്ന് യേശുക്രിസ്തു അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളിൽ യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട് ആദ്യം, എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കം എന്താണെന്ന്. വാട്ട് ഈസ് ദാറ്റ് യു ആർ ഡിസ്പ്യൂട്ടിംഗ് അമംഗ് യുവർ സെൽഫ് ഓൺ ദ റോഡ്? ബട്ട് ദേ കെപ്റ്റ് സൈലന്റ് for on the road they had disputed among themselves who would be the greatest. അവര് ഈ പോകുന്ന വഴിയിൽ അവർ തർക്കിച്ചത് ആരാണ് ഏറ്റവും വലുതിനെ കുറിച്ചാണ്. And he sat down and called the 12 and said to them, if anyone desires to be the first, he shall be the last of all and servant of all. അപ്പം ഈ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു തർക്കമാണ്, ആരാണ് വലിയവൻ? അപ്പൊ ഈ വലിയവൻ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലുള്ളവൻ ആണ്, അല്ലെങ്കിൽ വലിയവൻ തീരുമാനിക്കേണ്ട ആള് ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും താഴ്മയുള്ള ആളായിരിക്കണം എന്നാണ് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു വരുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഒരു സങ്കല്പത്തിൽ നമ്മൾ പിന്നെയും കാണുന്നത്, ഈ ഭാഗങ്ങളിൽ കൂടി എല്ലാം നമ്മൾ പോകുമ്പോൾ കാണുന്ന എളിമ അല്ലെങ്കിൽ താഴ്മയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതാണ് ഈ ഇന്നത്തെ ധ്യാനത്തിന്റെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു, ജിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പറയുന്നത് ഹൂസെവർ, അപ്പൊ അവിടെ യേശുക്രിസ്തു കുറച്ച് പിള്ളേർ അവിടെ ഉണ്ട്. അപ്പൊ ആ കൊച്ചുങ്ങളെ മടിയിൽ വെച്ചുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത്, whoever receives one of these little children in my name receives me, and whosoever receives me receives not me but him who sent me. അപ്പൊ ഈ കൊച്ചു പിള്ളേര് അവർക്ക് നിസ്സഹായരാണ്. അവരെ റിസീവ് ചെയ്യുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ റിസീവ് ചെയ്യുന്ന പോലെ ആയിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അവിടെ ദൈവരാജ്യത്തിന്റെ ഒരു സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോവാണ്. ആ പിള്ളേരെ പോലെയാണ് നമ്മള് ആൾക്കാരെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ സഹോദരന്മാരെ നമ്മൾ റിസീവ് ചെയ്യേണ്ട അങ്ങനെയാണ്, ചെറിയ കൊച്ചുങ്ങളെ നമ്മൾ റിസീവ് ചെയ്യുന്ന പോലെ. ആ കാര്യമാണ് നമ്മളവിടെ അടുത്തായിട്ട് വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീണ്ടും
ഒരു വിഷയം നമ്മൾ കാണുന്നത്. Now John answered him saying, Teacher, we saw someone who does not follow us casting out demons in your name, and we forbade him because he does not follow us. Jesus said, do not forbid him, for no one who works a miracle in my name can soon afterward speak evil of me. For അതിന്റെ ഇൻസിഡന്റിന്റെ അവസാനം നമ്മൾ കാണുന്നത്, for whosoever gives you a cup of water to drink in my name, because you belong to Christ, assuredly I say to you, he will by no means lose his reward. എന്റെ നാമത്തിൽ ആരെങ്കിലും എന്തേലും ഒരു ചെറിയ കാര്യം പോലും ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ ആ പ്രതിഫലം എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമാണ്. എന്തേലും ചെറിയ കാര്യം ചെയ്താൽ പോലും ദൈവം സ്വർഗരാജ്യത്തിൽ ആ പ്രതിഫലം നമ്മൾക്ക് തരും എന്നുള്ളൊരു ആശ്വാസം, അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഇന്നത്തെ ആ വേദവായന ഭാഗങ്ങളിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരേ ഒരു വലിയ മെസ്സേജ് ആണ്. അതായത് താഴാഴ്മ. യേശുക്രിസ്തു, അപ്പൊ ഈ ഇന്നത്തെ വേദഭാഗം ശരിക്കും പറഞ്ഞാൽ ഈ നോയമ്പിലെ മൊത്തം ഒരു ജിസ്റ്റാണ് ഇന്നത്തെ വേദഭാഗങ്ങളിലുള്ളത്. താഴാഴ്മ എന്നുള്ളൊരു മെസ്സേജ്, ഹ്യൂമിലിറ്റി. ദൈവരാജ്യത്തിന്റെ ഒരു വലിയൊരു സങ്കല്പത്തിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അവിടെ ഉണ്ടാകേണ്ടത് ഹ്യൂമിലിറ്റിയാണ്, താഴാഴ്മയാണ്. അത് നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നത് യേശുക്രിസ്തു തന്നെയാണ്. അവന്റെ കുരിശുമരണം, നമുക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ആ താഴാഴ്മ, തുപ്പലേറ്റ് അടികൾ കൊണ്ട് അവന്റെ താടിരോമം പറിച്ചെടുത്തു, നഗ്നനായി കുരിശിൽ അവന്റെ യോഹന്നാൻ ശ്ലീഹായുടെയും അമ്മ മറിയാമിന്റെയും മുന്നിൽ നഗ്നനായി കുരിശിൽ കിടന്ന്, ഈ അത്രയും വലിയൊരു താഴാഴ്മ നമുക്ക് വേറെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ കിട്ടത്തില്ല. അപ്പൊ ആ താഴാഴ്മയാണ് നമുക്ക് ഈ മെസ്സേജിൽ കൂടി നമ്മൾ കാണുന്നത്. അത് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ വിശുദ്ധ മറിയാം, യേശുക്രിസ്തുവിന്റെ അമ്മ, താഴാഴ്മേനെ നമുക്ക് എന്താണ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ധ്യാനത്തെ കുറിച്ച് ഇന്നലെ സജീവച്ചാൻ പറയുമ്പോൾ കണ്ണു നിറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ആ താഴാഴ്മയെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജ്. നമ്മള് നോയമ്പ് കാലത്ത് 40 കുമ്പിടാറുണ്ട്. 9 മണിത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഈ 40 കുമ്പിട. അന്നേരം നമ്മൾ പറയുന്നത് കുറിയലൈസോൻ, ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ മുഷ്ടികൾ നമ്മൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ മുട്ടുകളും മടക്കി തല താഴ്ത്തി, ആ ഹ്യൂമിലിറ്റിയുടെ സിമ്പിൾ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ നോയമ്പ് കാലത്ത് നമ്മൾ ഈ കുമ്പിടുമ്പോൾ, കുറിയലൈസോൻ എന്ന് പറയുമ്പോൾ, നമ്മൾ എപ്പോഴും ഹ്യൂമിലിറ്റി, ദൈവരാജ്യത്തിന്റെ ഒരു ചെറിയൊരു സിമ്പിളായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും ഇന്നത്തെ ധ്യാനം. അതുകൊണ്ട് ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും വളരെ എൻ്റെ ബിഹാഫിൽ നന്ദി പറയുന്നു. അതുകൂടാതെ ഗ്ലോറിയസ് ഗോസ്പലിന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ശിവ പീഡിയക്കൽ പാസ്റ്ററിനെയും, പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ബിന്നി പി ജോണും ജസ്ലിനും, പിന്നെ മറ്റ് എന്നെ എൻകറേജ് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ നന്ദി ഇവിടെ അറിയിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഈ നോമ്പ് കാലത്ത് നമ്മുടെ ധ്യാന വിഷയം ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴാഴ്മ നമുക്ക് കൂടുതൽ ഉണ്ടാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലാസ്റ്റിൽ ഞാൻ ഒരു ചെറിയ പ്രയറും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിക്കാം. ഞങ്ങളെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ കേട്ടിട്ടുള്ളതായ നിന്റെ ജീവവചനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പുകഴ്ത്തുന്നു. ഹല്ലേലൂയ.